സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഉമ്മ بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيبي. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, ലക്ഷദ്വീപിലെ കൽപ്പേനി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു കലോത്സവ പരിപാടിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ വട്ടപ്പൂജ ഔല അദ്ദേഹം ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ അബ്ദുള്ള ഉണ്ടല്ലോ, ആ തന്ത ഈ ഒരു വീഡിയോ യൂട്യൂബിൽ നിന്ന് തപ്പിയെടുത്തതായിരിക്കും ഞാൻ മനസ്സിലാക്കുക. കാരണം കലോത്സവത്തിന്റെ വീഡിയോ, ലക്ഷദ്വീപിന്റെ വീഡിയോ അത് അവിടെ കിട്ടാനുണ്ട്. അത് എടുത്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഒരു നബിദിന ഗാനം, ഒരു തവസ്സുൽ ബൈത്ത്, ഒരു മൗലിദിന്റെ പാട്ട് ബാക്ക്ഗ്രൗണ്ട് കയറ്റി. കാരണം റബീഉൽ ഒരു 12 ദിവസമാണ്, ഇന്നിപ്പോ ഘോഷയാത്രകളൊക്കെ നടക്കുന്ന ദിവസമാണ്. അപ്പൊ ഇത് നല്ലോണം ചെലവാകുന്നു കരുതിയിട്ട് ഈ പടുവിഡ്ഢിയായ, ഈ വയോവൃദ്ധനായ ഈ തന്ത ചെയ്ത ഒരു കാര്യമാണിത്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ അത്ര സ്ട്രോങ് ആയി പറയണം? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് ലക്ഷദ്വീപിൽ നടന്ന ഒരു കലോത്സവമാണ്. ഇതിൽക്ക് ഈ കാണുന്ന, നിങ്ങൾക്ക് അറിയാം, ഔറത്ത് ശരിക്കും മറക്കാത്ത അങ്ങനെയുള്ള ഒരു സ്ത്രീകളുടെ ഒരു പൊതു പരിപാടിയാണ്. ആ പരിപാടിയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കയറ്റി. എന്തിന്? ഇവിടെയുള്ള സുന്നികളെ താറടിക്കാൻ വേണ്ടി. എന്നിട്ട് വേണം ഈ നബിദിനൊന്ന് തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ. ഈ ഉസ്താദുമാരെയും ഈ സുന്നി പണ്ഡിതന്മാരെയും സുന്നികളായ ആളുകളെയൊക്കെ ഒന്ന് താറടിക്കാൻ ഇത് കയറ്റി വെച്ചിട്ട് വേണം. ഇനി പക്ഷെ ഈ തന്തക്ക് തലയില്ല എന്ന് പല ആളുകളും പറയലുണ്ട്. പക്ഷെ എനിക്കിപ്പോ ശരിക്കും ബോധ്യപ്പെട്ടു. കാരണം ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇതിന്റെ ബാക്കിൽ ഒരു ബാനർ ഉണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഗാനങ്ങളൊക്കെ ഒഴിവാക്കി അതിൽ മൗലിദൊക്കെ കയറ്റി, കോൽക്കളിയും അതുപോലത്തെ ദഫൊക്കെ അതിന്റെ ഇടയിലുണ്ട്. അപ്പൊ ഇത് ആളുകൾ തെറ്റിദ്ധരിച്ചോളും എന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷെ ബാക്കിലെ ബാനർ മാറ്റാൻ തന്ത മറന്നുപോയി. അതായത് ലക്ഷദ്വീപ് സാംസ്കാരിക ഗമനം ഇന്നലെ നാളെ എന്ന് തുടങ്ങുന്ന ബാനറുള്ള ഒരു ഭാഗമുണ്ട്. അത് ഈ പടുവൃദ്ധൻ ഒഴിവാക്കാൻ മറന്നുപോയി. കാരണം കക്കുന്ന സമയത്ത് ചില പാടുകളൊക്കെ അവിടെ അവശേഷിക്കുമല്ലോ. മാത്രമല്ല തന്തേ, ഇതൊക്കെ ഇപ്പൊ ഇന്ന് ഏത് ആളുകൾക്കും ഇതിന്റെ ഒരു പിക്ചർ, ഒരു ഷോർട്ട് കട്ട് എടുത്ത് സെർച്ച് ചെയ്താൽ പോലും കിട്ടും. അതുകൊണ്ട് ഈ ടെക്നോളജി ഒക്കെ പുരോഗതിപ്പെട്ട ഈ കാലത്ത് ഈ തട്ടിപ്പായിട്ട് ഈ 4ാം കട പരിപാടിയായിട്ട് ഔലാക്ക വരരുത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം പൊളിഞ്ഞു പോകും. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒറിജിനൽ വീഡിയോ, കാരണം ഇയാൾ കുറച്ച് ക്ലാരിറ്റി കുറച്ചതാണോ അതോ അയാൾക്ക് അതിനെ കുറിച്ച് അറിയാത്തതും കുറഞ്ഞു പോയതെന്നറിയില്ല. ഇനി ബാനർ വായിക്കാൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ക്ലാരിറ്റി കുറച്ചതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അറിയാത്ത കാര്യം ഞാൻ ഏതായാലും പറയുന്നില്ല. ഏതായാലും സംഭവം അങ്ങനെയുള്ളത്. ഞാൻ അതിന്റെ ഒറിജിനൽ വീഡിയോ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം.
അതിൽ ബാക്ക്ഗ്രൗണ്ട് പാട്ടുണ്ട്, അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇവിടെ മൗലിദ് കയറ്റി കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെയാണ് സഹോദരന്മാരെ സകല വഹാബികളും സകല ജമാഅത്തുകളും ഉണ്ണി മുഹമ്മദായിട്ടും അതുപോലെ പലതരം നബിദിനത്തിന്റെ പല ഐറ്റംസുകളും കൊണ്ടുവരാറുണ്ട്. ഇങ്ങോട്ട് പറയും ഇതൊക്കെ സുന്നികൾ കാട്ടുന്ന മൗലിദാഘോഷമാണ്. മൗലിദാഘോഷത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ കോൽക്കളി, അതുപോലെ തന്നെ മാപ്പിള സംഗമങ്ങൾ, അങ്ങ് മാപ്പിള സാംസ്കാരിക വേദി എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പൊതുപരിപാടികൾ ഉണ്ടാവും. അവിടെ ഉണ്ടാവും കോൽക്കളി. കോൽക്കളി ഉണ്ടാവുമ്പോൾ തൊപ്പിയും അതുപോലെ തന്നെ വെള്ളം മുണ്ടൊക്കെ എടുത്തുകൊണ്ടാണ് സാധാരണ ആ കളിന്റെ ഒരു സ്വഭാവം. അപ്പൊ അതിനോട് കൂടെ വേറെയും കുറെ പരിപാടി ഉണ്ട്. അപ്പൊ ഇത് മുന്നിൽ വെച്ച് അതിന് ബാക്ക്ഗ്രൗണ്ട് മൗലിദാണ്ട് വെച്ചു കൊടുത്താൽ ഇത് റബീഉൽ അവ്വൽ 12ന്റെ പരിപാടിയായി എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലതും ഇവിടെ നടക്കുന്നുണ്ട്. മാത്രല്ല ചില വഹാബികളൊക്കെ സ്വന്തം കൂടിയിരുന്നിട്ട് അവരെന്നെ അഭിനയിച്ചു വിടുന്നതുണ്ട്. മുഖം ഒന്ന് ക്ലാരിറ്റി കുറച്ച വിഷയം തീർന്ന ആളെ തിരിച്ചറിയാൻ മതിയല്ലോ. ഇത്തരം തട്ടിപ്പ്, പടച്ചവനെ പേടിയില്ലാത്ത, അള്ളാനെ പേടിയില്ലാത്ത ഇത്തരം തട്ടിപ്പുകൾ ധാരാളം നടത്തുന്നുണ്ട്. ഇനി അതിന്റെ ശരിക്കുള്ള ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് അതന്നെ സെയിം കലോത്സവ് 2018 അറ്റ് കൽപ്പേനി എന്ന ടൈറ്റിലാണ് ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ വീഡിയോയിൽ. അപ്പൊ ആ പ്രോഗ്രാമാണ് യഥാർത്ഥമായി ഈ പ്രോഗ്രാമാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് വഹാബികൾ സാധാരണ, അതുപോലെ ഇതുപോലുള്ള മണ്ടന്മാരും അടകോടന്മാരും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഈ സുന്നികളെ ഇകഴ്ത്താൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന എല്ലാ വീഡിയോയുടെയും അടിസ്ഥാനം ഇതാണ് സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഈ പടുവൃദ്ധനായ ഈ തന്ത വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയാ, ഞങ്ങൾക്ക് സുന്നികൾക്ക് നിങ്ങൾക്ക് ശരീരത്തിൽ ചർമ്മം നിലനിൽക്കുമോ, തൊലിക്കട്ടി എത്ര ഉണ്ട് എന്നൊക്കെ അളന്നു നോക്കിയുണ്ട്. അന്ന് കേട്ടു നോക്കി നിങ്ങൾ ഇയാൾ പറയണത്. നമ്മൾ ആൾക്കാർ ഈ ഘോഷയാത്ര ഒന്ന് ശ്രദ്ധിച്ച് കാണുമോ? എങ്ങനെയുണ്ട് ഡാൻസ്? എങ്ങനെയുണ്ട്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ശരീരത്തിൽ ചർമ്മ ബാക്കിയുണ്ടോ? കണ്ടാമൃഗം തോറ്റൂലെ നിങ്ങൾ അത് വാദിക്കുകയാണെങ്കിൽ. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. സംസാരം തന്നെ തിരിയണില്ല. പക്ഷെ അതിനിപ്പോ ഞാൻ അയാളെ കുറ്റപ്പെടുത്തുന്നില്ല, അത് ഒരു പ്രായത്തിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ അദ്ദേഹം ഈ റാലിയിൽ നടക്കുന്ന ആ സ്ത്രീകളുടെയൊക്കെ പ്രായങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ പ്രായത്തിലും അദ്ദേഹം ആ വയസ്സുകളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചു എന്നത് വല്ലാത്തൊരു കാര്യം തന്നെ. ഏതായിരുന്നാലും ഞാൻ ഒരു കാര്യം പറയുന്നത്, ഏതായാലും ഇത് പാളിപ്പോയിക്കണ്. ഇനി വേറെ അന്താരാഷ്ട്രം വല്ല ചൈനയിലോ വല്ല സുഡാനിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. അതിന്റെ ബാനർ ചൈനയിലാവുമ്പം ഇവർക്ക് തിരിയില്ല. ഇത് മലയാളത്തിലായിരുന്നു ഈ ബാനർ, അതാ പാളിപ്പോയത്. ഇന്നൊരു കാര്യം ചെയ്യാം, തിരിയാത്ത വല്ല ഭാഷയിലുള്ള ബാനർ എടുത്തിട്ട് പറയുക, അല്ലെങ്കിൽ ബാനർ ഇല്ലാത്ത എടുക്കുക. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കാനുള്ള ഒരു ഐഡിയ കൂടി പഠിച്ചതിന് ശേഷം ഇനി അടുത്ത വീഡിയോ ഈ റബീഉൽ അവ്വൽക്ക് തന്നെ പറ്റുകയാണെങ്കിൽ തപ്പി തെരഞ്ഞ് കൊണ്ടുപോവാ. അല്ലെങ്കിൽ അടുത്ത നബിദിനാഘോഷത്തിന്റെ സമയം ആകുമ്പോഴേക്കെങ്കിലും ഇപ്പൊ റെഡിയാക്കി വെച്ചോളൂ എന്ന് ഓർമ്മപ്പെടുത്താണ്. ഇത് ഇനി എല്ലാ ഷെയർ ചെയ്യുന്ന എല്ലാ വഹാബികൾക്കും ഇത് നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇതാണ് നബിദിനത്തിൽ നടക്കുന്ന, നബിദിനത്തെ വിമർശിക്കുന്ന ആളുകൾ നടത്തുന്ന തട്ടിപ്പുകളുടെ എസൻസ്. അതാണ് ഇപ്പൊ ഞാൻ കാണിച്ചിരുന്നത്. ഇങ്ങനെ തത്തുല്യമായി വരുന്ന എല്ലാ വീഡിയോയുടെയും അടിസ്ഥാനം ഇത് തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.